കൊല്ലം കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഗുണ്ടാ നേതാവായ സന്തോഷിനെ കൊലപ്പെടുത്തി 2 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യപ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യപ്രതി പങ്കജ് മേനോനെ സംരക്ഷിക്കുന്നത് CPM ആണോ? പങ്കജും കൊടി സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ കൊലയാളി സംഘത്തിൽപ്പെട്ട അതുൽ ആലുവയിൽ വെച്ച് പോലീസിന്റെ മുന്നിൽപ്പെട്ടെങ്കിലും പിടികൊടുക്കാതെ കടന്നുകളഞ്ഞു. സന്തോഷിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രതികൾ പരിശീലനം നടത്തിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് പ്രതികൾ മനുവിന്റെ വീട്ടിലാണ് ഒത്തുകൂടിയത്. കൊലപാതക രീതിയെക്കുറിച്ച് പരിശീലനം നടത്താനായിരുന്നു ഈ ഒത്തുചേരൽ. കൊലപാതകം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് മനുവിന്റെ വീട്ടിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. എന്നാൽ സൗഹൃദത്തിന്റെ പേരിലാണ് എല്ലാവരും വീട്ടിലെത്തിയതെന്നാണ് മനു പോലീസിന് ആദ്യം നൽകിയ മൊഴി. പ്രതികൾക്ക് കാർ വാടകയ്ക്കെടുത്ത് നൽകിയത് മനു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മനുവിനെതിരെ ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതി രാജപ്പനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുകയാണ്. രാജപ്പനെയും ചക്കര അതുലിനെയുമാണ് പോലീസ് പിടികൂടിയത്. 1-ാം പ്രതി ആലുവ അതുൽ, 2-ാം പ്രതി പ്യാരി, 3-ാം പ്രതി ഹരി എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത്. അതിനിടെ സന്തോഷ് കൊലക്കേസിലെ മുഖ്യപ്രതി ആലുവ അതുൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതായും വിവരമുണ്ട്. ആലുവ എടത്തലയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രതി സഞ്ചരിച്ച കാർ പോലീസ് തടഞ്ഞെങ്കിലും അയാൾ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സമയം ഭാര്യയും കുഞ്ഞും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ കാറിനുള്ളിൽ ഉപേക്ഷിച്ചാണ് അതുൽ കടന്നു കളഞ്ഞത്. സംഘത്തിൽ കൊട്ടേഷൻ നൽകിയതായി സംശയിക്കുന്ന പങ്കജിനായി അന്വേഷണം നടക്കുമ്പോഴാണ് ഇയാൾക്ക് CPM ബന്ധമുള്ളതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. പങ്കജിന്റെ ഫേസ്ബുക്കിൽ TP വധക്കേസ് പ്രതി കുടിസിനിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കരുനാഗപ്പള്ളിയിലെ PK ബാലചന്ദ്രനും പങ്കജും ഒന്നിച്ചുള്ള ചിത്രം മുൻപ് പാർട്ടി വിഭാഗീയതയ്ക്ക് വഴിവെച്ചതാണ്. കൊലപാതകം നടന്ന് 2 ദിവസമായിട്ടും പ്രധാന പ്രതികളെ ഇതുവരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 കരുനാഗപ്പള്ളി.